കേരളം വിധി എഴുതാൻ ഇനി 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പരസ്യ പ്രചാരണത്തിന് 3 ദിവസം ശേഷിക്കെ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നിശബ്ദ പ്രചരണവും ഒക്കെയായി വീണ്ടും പോവും ദിവസങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയാണ് ആ എറണാകുളത്ത് നിന്നുള്ള വിശേഷങ്ങളും വിവരങ്ങളും അരുൺ? ഇന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അലങ്കോലമാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ 7 മണി കഴിഞ്ഞപ്പോൾ ആകാശം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ എറണാകുളം മാർക്കറ്റിലാണുള്ളത്. ഇവിടെ മാർക്കറ്റ് സജീവമാണ്. മാർക്കറ്റ് ഇത്രയും സജീവമായുള്ള കാരണം നാളെ ഈസ്റ്റർ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ രാവിലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടത്. ആ ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കും. കാര്യം ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇലക്ഷൻ്റെ ഫലം അറിയാൻ പറ്റൂ. പക്ഷേ ചുവരെഴുതുന്നവരുടെ നിങ്ങൾ ചുവരെഴുത്തുകാരാണല്ലേ? എഴുത്തുകാരാണ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ചുവരെഴുതി ഫോർട്ട് കൊച്ചി ഫുള്ളായിട്ട് എഴുതി. മുഹമ്മദ് കിട്ടിയോ? കാശൊക്കെ കിട്ടി. നമ്മൾ എവിടെയാ പാർട്ടി കൊണ്ടുപോയാലും അവർ കാശ് തരും. കാശൊക്കെ തരും. നമ്മൾ പണിക്കാരല്ലേ സാർ, നമ്മൾ ഈ ഇത് പാർട്ടിക്കാരല്ലല്ലോ. അപ്പോൾ വോട്ടെങ്ങനാ? വോട്ട് എൻ്റെ വോട്ടിട്ട് വേണ്ടതാണ്. പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എല്ലാ വട്ടവും പോകും. മറ്റന്നാൾ പോകും. ആർക്കാണെന്ന് തീരുമാനിച്ചോ? അത് തീരുമാനിച്ചില്ല. ഞങ്ങളുടെ നിയമമണ്ഡലമാണ്. എന്താ ഒരു വോട്ട് നീ 2 ദിവസം കൂടെ ഉള്ളൂ. 5ാമത്തെ ദിവസം വോട്ടെടുപ്പാണ്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ വോട്ട് തീരുമാനിക്കുന്നത് എങ്ങനെയാ? വോട്ട് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മണ്ഡലത്തിൽ അങ്ങ് വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല. കേരളത്തിൽ ഏറ്റവും വലിയൊരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരുവനന്തപുരം നിയമത്താണ്. അല്ല, ആരെങ്കിലും വിളിച്ചോ അവിടുന്ന്? എവിടെ? നിയമത്തിൽ നിന്ന്. ഞാൻ ആഴ്ചയോട് പോകുമല്ലോ. അല്ലല്ല, അവിടുന്ന് വന്ന് വോട്ടൊക്കെ ചോദിച്ചു. വോട്ടൊക്കെ ചോദിച്ചു. 3 പേരും വന്ന് വോട്ട് ചോദിച്ചു. ഒന്ന് ശബരിനാഥ് കോൺഗ്രസിൻ്റെ, പിന്നെ കാർത്തികൻ്റെ മകൻ, പിന്നെ ഒന്ന് ശിവൻകുട്ടി ഇടതുപക്ഷത്തിൻ്റെ, മറ്റേ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ. 3 പേരും വന്ന് വോട്ട്. 3 പേരും തുല്യം. ഞാൻ എഴുതുന്നതൊക്കെ ഇവിടെയാണ്, തിരുവനന്തപുരത്ത് എഴുതില്ല. നമ്മുടെ നാട്ടിൽ എഴുതുമ്പോൾ ഒരു പാർട്ടിക്ക് എഴുതുമ്പോൾ വേറൊരു പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ആ പാർട്ടിക്കാരനോട് എന്താ പറയുക. അതുകൊണ്ട് ഇവിടെ പൾസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 2 പ്രാവശ്യം ഇടതുപക്ഷം വന്ന് ഇപ്പം മാറി വരും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇടതുപക്ഷക്കാരനല്ലെന്ന് തോന്നുന്നു. ആര്? ഞാനൊരു പാർട്ടിയിലുമില്ല. ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞ് 2 വർഷം ഒരു തുടർ ഭരണം വേണ്ട, കോൺഗ്രസ് ഭരണം മതി എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അത് ആഗ്രഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ആ ചേട്ടൻ്റെ ആഗ്രഹം. നമുക്ക് എന്തായാലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ചുവരെഴുതിയ ആളാണ്. നമുക്കിവിടെ കുറച്ച് പേര് ഇവിടെ അൺലോഡിങ് ചെയ്യുന്നുണ്ട്. അവിടെ തേങ്ങ അൺലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് പലരും പറയുന്നത് വിലക്കയറ്റം. പ്രത്യേകിച്ച് UDF ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വിലക്കയറ്റം ഉണ്ടോ, എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. എന്താണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഇവരോട് തന്നെ ചോദിക്കാം. ഇവരാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ. ചേട്ടന്മാരെ നമസ്കാരം. മാതൃഭൂമി ന്യൂസ് ചെയ്താ എന്താ തെരഞ്ഞെടുപ്പൊക്കെ എന്തായി? തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രചരണം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ. മഴയുണ്ടായിരുന്നു. വിചാരിച്ചു ഇന്നത്തെ ദിവസം പോക്കായിരുന്നു. ഇല്ല, നല്ല കാലാവസ്ഥയും അതെല്ലാം മാറിയല്ല. നല്ല കാലാവസ്ഥ, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി നല്ല അന്തരീക്ഷം, കൂടുതൽ വെയില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യാൻ നല്ല സാഹചര്യം. എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൊരു ഡിസൈഡിങ് ഫാക്ടർ? വോട്ട് എങ്ങനെ തീരുമാനിക്കും? വോട്ട് തീരുമാനിക്കേണ്ട പ്രത്യേകിച്ചില്ല. നല്ല രീതിയിൽ ഇപ്പോൾ 10 വർഷക്കാലം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് 10 വർഷക്കാലം ഭരിക്കുന്നു. നല്ലൊരു മുഖ്യമന്ത്രി, മന്ത്രിമാർ എല്ലാവരും നല്ല രീതിയിൽ ഭരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് വേറെയുള്ള ചിന്തപ്പാടില്ല. എന്തായാലും LDF തന്നെ വരും. നിങ്ങളുടെ എല്ലാം അങ്ങനെ സീറ്റുകാരാ? മറുത്ത് പറയത്തുമില്ല. ഇല്ല, മറിച്ച് പറയേണ്ട ആവശ്യം അറിയാല്ല. നല്ല രീതിയിൽ പ്രവർത്തനം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ പ്രതി മറിച്ചുകൊണ്ട് കാര്യമില്ല. വിളിക്കും, അടിച്ചു വിളിക്കും. ഞങ്ങൾ അരൂർ മണ്ഡലം ചെളി ചവിട്ടി കിടക്കണ്ടോ തന്നെ. ഇപ്പൊ മര്യാദ കിടക്കാൻ പറ്റിയില്ലേ? അങ്ങനെ തന്നെ പ്രത്യേകത. അപ്പൊ ജനങ്ങൾക്ക് അറിയാതെ. തേങ്ങയുടെ വിലയൊക്കെ എങ്ങനെയാ? തേങ്ങ വില ഇപ്പൊ 55 തോന്നല്ലേ? വില കുറഞ്ഞു. വിലക്കയറ്റമൊന്നും ഇല്ല. ഇല്ല, വിലക്കയറ്റം പ്രത്യേകിച്ച് പറയാനില്ല. സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള സാഹചര്യത്തിലുള്ള വില നാളെ ഈസ്റ്ററാണ്. സാധാരണക്കാർ ജീവിക്കാനുള്ള, ഇപ്പം ഞങ്ങൾ എടുക്കുന്ന കൂലി കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എന്തായാലും സാധാരണക്കാർ ജീവിക്കാനുള്ള ഇതുള്ളൂ. ഓരോ സാധനങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള വില, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന വിലയുള്ളൂ. ഓവറായിട്ടുള്ള വില കൂട്ടൊന്നുമില്ല. എന്തായാലും ഈ ചേട്ടന്മാർ തുടർ ഭരണം, അതായത് 3.0 പിണറായി 3.0 വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അവർ സീറ്റ് ചുമട്ടുതൊഴിലാളികളാണ്. സ്വാഭാവികമായിട്ടും അവർ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ന്യായീകരണങ്ങളും അവർ പറയുന്നുണ്ട്. കാരണം നല്ല ജീവിതം ആൾക്കാർക്ക് നയിക്കാൻ കഴിയുന്നുണ്ട്, വിലക്കുറവുണ്ട്, അങ്ങനെ പല കാരണങ്ങൾ. ചേട്ടാ, എന്താ അവസ്ഥ? തെരഞ്ഞെടുപ്പൊക്കെയാണ്, എന്താ അവസ്ഥ? എന്തെന്ന് പറയാ, എന്തിന് നല്ല അവസ്ഥ. എന്തെന്ന അവസ്ഥ പറയുമ്പോൾ ഇലക്ഷനെ പറ്റിയാണ്. അതെ. ആരാ വരുന്നേ? ആര് വരും? ഇവിടെ ഇടതുപക്ഷം തന്നെ വരും. ഏതാ മണ്ഡലം ചേട്ടൻ്റെ? ഞാൻ ഇവിടെയാണ് ഉദയം. ഇവിടെ തൃപ്പൂണിത്തുറ അല്ല,
തൃക്കാക്കര നമ്മുടെ പറവൂരാണ്. പറവൂരാണ്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. അപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് ജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റേ CPI ആളാണല്ലോ മറ്റേ. മാസ്റ്റർ പോവോ? ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇവിടെ. തിലകകുമാറിന് വിജയം ലഭിച്ചില്ലെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ പുള്ളി ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നല്ല പറയണ്ടായിരുന്നു. പക്ഷെ അവിടെ പുള്ളി അങ്ങനെ പറയണമായിരുന്നോ? അങ്ങനെ പറയുന്നത് തെറ്റാണ്. അതൊക്കെ ഇനി വാക്ക് മാറല്ല. അതൊക്കെ ഇനി വാക്ക് മാറ്റി പറയാൻ വാക്കല്ലേ മാറ്റാൻ പറ്റും. കയ്യും കാലും വെട്ടി മാറ്റാൻ പറ്റില്ല. ഓക്കെ അയാൾ ജയിക്കാൻ സാധ്യത മൊത്തത്തിലില്ല. പക്ഷെ പിന്നെ പറവൂരൊക്കെ BJP സ്ഥാനാർത്ഥി കുറെ വോട്ട് കിട്ടുമ്പോൾ ഇയാക്കടെ വോട്ടേ പോവുള്ളൂ. അങ്ങനെ മറ്റൊരു ജയിക്കാൻ സാധ്യതകളുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഒരു വോട്ടറെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ജയിക്കും, പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ അവസ്ഥ ഉണ്ടാകില്ല. ചേട്ടാ, എന്താണ് ഇലക്ഷനൊക്കെ എങ്ങനെ ചൂട് പിടിക്കുന്നുണ്ടോ? ഇലക്ഷനൊക്കെ ചൂട് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നം പാർട്ടിക്കാർ തമ്മിലാണ് പ്രശ്നം. അതായത് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിലാണ് പ്രശ്നം. ജനങ്ങളുടേതായ ഒരു കാര്യം അവർക്ക് അറിയണ്ട. തീരുമാനിച്ചു വെച്ചേക്കുവാണോ? ജനങ്ങൾ ഈ പ്രാവശ്യത്തെ വോട്ടെടുപ്പിൽ നമുക്കിപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിക്കാമെന്ന് കരുതാം. കോൺഗ്രസ്സുകാരനാണോ? ഞാൻ ആദ്യം ഒരു പക്കാ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഇത്തിരി മാറി. കാര്യം നമ്മുടെ നേതാക്കന്മാരെ അറിയണം, താഴെയുള്ള അണികളിലുള്ള മാറ്റങ്ങൾ അവർക്ക് ഉൾക്കൊള്ളണം അല്ലേ? അല്ലാണ്ട് നമ്മുടെ ഇവിടെ ഭരണത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. കാര്യം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ സാധാരണക്കാരായ അണികൾ പറയുമ്പോഴാണ് നേതാക്കന്മാർ അറിയേണ്ടത്. അറിയുന്നില്ല, അവര് ഉൾക്കൊള്ളുന്നില്ല. ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, പക്ഷേ ഇപ്രാവശ്യം കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യില്ലെന്നാ. ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. മാറ്റം വേണമെന്ന് ഇത്തിരി മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം എല്ലാ വ്യത്യാസങ്ങളും അറിയണം, എല്ലാവരും അറിയണം. അതറിയണം. മാറ്റങ്ങൾ വേണമല്ലോ. എല്ലാവർക്കും ഒരു മാറ്റം നല്ലതാണ്. ചേട്ടനും ആ ഒരു തീരുമാനത്തിലാ? ഏതാ മണ്ഡലം? ഞങ്ങൾ ആലപ്പുഴ. ആലപ്പുഴ ചിത്രഞ്ജൻ. ആലപ്പുഴ അരൂർ മണ്ഡലോ. അരൂർ ഇപ്രാവശ്യം ദിലീപ് പാട്ട് പാടി ജയിക്കോ? ദിലീപയും ഷാനിമോൾ ഉസ്മാനുമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ എങ്ങനെയാണ്? ദിലീപിക്ക് വേണ്ടി കിഴക്ക് സൂര്യൻ ഉദിക്കുവോ? ദിലീപിനാണ് ജയിക്കാൻ സാധ്യത കൂടുതലും. ഏത് സർക്കാർ വരും? സർക്കാർ ഒരു ഇപ്പോൾ മാറ്റങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും മാറ്റങ്ങൾ പറയുന്നുണ്ട്. ഒരു നിമിഷം, ഒരു തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? എങ്ങനെയുണ്ട് കേരളത്തിലെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? നല്ല പോലെ പോകുന്നുണ്ട്. ഓക്കെ, ഇവർ ലക്ഷദ്വീപുകാരാണ്. അവരിങ്ങനെ ഇവിടേക്ക് വന്നതാണ്. ചേട്ടാ, എങ്ങനെയാ തെരഞ്ഞെടുപ്പൊക്കെ ആണ്? എന്തൊക്കെയാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? പിന്നെ പറയാം. പിന്നെ പറയാം. അദ്ദേഹം അല്ല അത്രയും വലിയ ലോഡ് കൊണ്ടുപോകണം, അപ്പം പിന്നെ പറയാന്ന് പറയുന്നത്. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ പോകുന്നു? തിരഞ്ഞെടുപ്പൊക്കെ അങ്ങനെ പോകുന്നു. എന്താണ് ഉദ്ദേശിക്കണത്? അല്ല, എങ്ങനെയൊക്കെയാണ്? ആര് ജയിക്കും, ആര് അധികാരത്തിൽ വരും? വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് UDF ജയിക്കാനാണ് സാധ്യത കാണുന്നത്. ഒരു മാറ്റം. ഈ മാറ്റുന്ന ആൾക്കാരുണ്ട്. മാറ്റത്തിനനുസരിച്ച് വോട്ട് ചെയ്യും. മാറ്റത്തിന് വേണ്ടി. അത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല. എന്നാലും ഒരു പൊതുവികാരമാണ് പറയുന്നത്. ചേട്ടൻ സാധാരണ വോട്ട് ചെയ്യുന്ന ആൾക്കാർ? ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ വോട്ടെന്ന് പറയുന്നത് നിഷ്പക്ഷ വോട്ടാണ്. ആര് നല്ലോണം ഭരിക്കുന്നു വോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. UDFനും ചെയ്തിട്ടുണ്ട്, CPMനും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം UDFനേ ചെയ്യുള്ളൂ. ഏത് മണ്ഡലം? ഞങ്ങൾ എറണാകുളം. അപ്പൊ ഇതൊരു മാറ്റമാണ് എല്ലാവരുടെയും ആഗ്രഹം. അതാണ് പൊതുവിൽ ജനങ്ങൾ പറയുന്നത്. അത് നമ്മൾ കാണുന്ന വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ഇവിടെ അപ്പോൾ അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പൾസ് എന്ന് പറയുന്നത്. സമ്മിശ്രമാണ്, ഒരു മാറ്റം എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. അരുൺ ശങ്കറാണ് എറണാകുളത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.